ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വിക്രത്തിനെയാണ്. വിക്രം ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് രാഹുൽ വരുന്നുണ്ട്. രാഹുൽ പറയുന്നുണ്ട്, ഓ അവനിപ്പോ പുറത്തിറങ്ങിയിട്ട് സുഖിക്കായിരിക്കും. അതെ, ശരിക്കും പറഞ്ഞ അവനെ പുറത്തിറങ്ങേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഗംഗേട്ടിലിപ്പോ ഉണ്ടെന്നെങ്കിലേ അവനെ പുറത്തു നിന്ന് തീർത്താനെ എന്ന് പറയാണ്. അത് നീ പറഞ്ഞ ശരിയാണ്. പോകുന്നതിന് മുമ്പ് ഗംഗക്ക് അവനോടൊരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്ത് പറയാനാ, അവന് പകരം ഞാനായിരുന്നു ഈ സമയത്ത് പുറത്തേക്ക് പോകേണ്ടത്. കാരണം അവിടെ ഒരുത്തിയുടെ കല്യാണം നടക്കുന്നുണ്ടല്ലോ, ആ കല്യാണം മുടക്കി എനിക്ക് തിരിച്ചു വരായിരുന്നു എന്ന് പറയണം. രാഹുൽ പറയുന്നുണ്ട്, എടാ ഈ പുറത്തു പോയവന് ഇനി തിരിച്ചു വരുവോടാ എന്ന് ചോദിക്കുമ്പോ വിക്രം പറയുന്നുണ്ട്, ആർക്കറിയാൻ വരുമെന്ന്. വേഷം മാറാനും ആൾക്കാരെ പറ്റിക്കാനും അവനെ കഴിഞ്ഞിട്ടല്ലേ വേറെ ആരുള്ളൂ. അതുകൊണ്ട് വരുമോന്നൊന്നും ഉറപ്പൊന്നുമില്ല എന്ന് പറയണു. രാഹുൽ പറയുന്നുണ്ട് കേട്ടോ. അതെ, അവൻ പുറത്തു കിടക്കാൻ കാത്തിരിക്കായിരുന്നു എന്റെ മോള്. വിക്രം ചോദിക്കണ്ട്, അതിന് സരിയു അറിഞ്ഞിട്ടില്ലല്ലോ അവൻ പുറത്തിറങ്ങിയ കാര്യം. അതാ ഞാൻ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് പോലീസുകാരെ വരുവാണ്, വാർഡൻ വരുവാണ്. എന്താണ് രണ്ടും കൂടി ഒരു ഗൂഢാലോചന എന്ന് ചോദിക്കുമ്പോ രാഹുൽ ചോദിക്കണ്ട്, അല്ല സാറേ, ഈ പുറത്തു പോയവൻ ഇനി തിരിച്ചു വരുമോ? എടാ, എനിക്ക് തോന്നി അപ്പോഴേ നിങ്ങൾ അവനെ കുറിച്ചേക്ക് സംസാരിക്കണെന്ന്. നിങ്ങൾക്ക് പണി എടുത്തുവിടടാ എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ തന്നെ ഇവിടെ നിന്നൊരുത്തം പുറത്തു ചാടിയല്ലോ, ഗംഗപ്രസാദ്. അവനെ കുറിച്ച് അവന്റെ കാര്യങ്ങൾ കാരണം രണ്ടു മൂന്ന് പോലീസുമാര് ഇപ്പോഴും സസ്പെൻഡ് നടന്നുകൊണ്ടിരിക്കുക. അവൻ എങ്ങനെ പൂട്ടുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക പോലീസുകാര് എന്ന് പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഗംഗേട്ടൻ വന്നാലേ സാറൊക്കെ സൂക്ഷിക്കേണ്ടി വരും. ഞാനതിനെ അവനെ എന്ത് ചെയ്തടാ? ഞാനൊന്നും ചെയ്തിട്ടില്ല. അവൻ എനിക്ക് സൂക്ഷിക്കേണ്ട ഒരു കാര്യമില്ല. അവനിങ്ങോട്ട് വരട്ടെ, അവനുള്ളത് കൊടുക്കുന്നുണ്ട്. ഗംഗേട്ടൻ വരുമ്പോഴേ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞോളാം. എടാ, മര്യാദയ്ക്ക് ഇരിക്കടാ. അല്ലെങ്കിൽ തന്നെ മനോഹർ വരുന്ന മുമ്പ് ഈ രാഹുലിനെ വിയൂരിലേക്ക് അയക്കാനാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നിന്നെ കുറച്ച് നാൾ അവിടെ അയച്ചതാണല്ലോ എന്ന് പറയുമ്പോഴേക്കും രാഹുൽ പറയണ്ടേ, സാറേ എന്നെ വിയൂരിലേക്ക് അയക്കുമ്പോഴേ അവനെയും കൂടി അയക്കണം കേട്ടോ, ആ മനോഹറിനെ. എടാ ചുമ്മാ ഇരുന്ന് പണി ചെയ്തടാ എന്നൊക്കെ പറഞ്ഞിട്ട് വാർഡൻ അവിടെ നിന്ന് പോവാട്ടോ. രാഹുൽ പറയണ്ട, പക്ഷെ ആകെ ഒരു ഇതായി പോയി. അവൻ അങ്ങനെ പുറത്തു ഇറങ്ങി എന്തായിരുന്നു ഒന്നും അറിയത്തുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം വിക്രം പറയുന്നുണ്ട്, എന്തായാലും ഗംഗേട്ടനെ കുറിച്ചുള്ള വാർത്തകൾ ഞങ്ങൾ കേൾക്കുമല്ലേ അങ്കളെ. ഗംഗേട്ടൻ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും തീർത്തിട്ടെ ഇനി അകത്തേക്ക് വരുള്ളൂ എന്ന് പറയണം. പിന്നീട് കാണിക്കണത് നമ്മുടെ സരയുനെയാട്ടോ. സരയു അങ്ങനെ റെഡി ആയിട്ടൊക്കെ ഷാരിയും കൂടിയിട്ട് പുറത്തു പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാണ്. മനോഹർ പുറത്തിറങ്ങിയതിനു ശേഷം ബൈക്കൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു കടയിലേക്ക് പോവാണ്. ചേട്ടാ, വാടകയ്ക്ക് ഒരു ബൈക്ക് വേണമായിരുന്നല്ലോ എന്ന് പറയാണ്. എത്ര ദിവസത്തേക്ക് വേണം? 2 ദിവസത്തേക്ക് മതി ചേട്ടാ. ആധാർ കാർഡും തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പി അതുപോലെ തന്നെ കാർഡൊക്കെ വേണമെന്ന് പറയാണ്. ചേട്ടാ, എന്റെ ആധാർ കാർഡ് തിരിച്ചറിയൽ കാർഡില്ല, പക്ഷെ കോപ്പി എന്റെ ഫോണിലുണ്ട്, അതെടുത്ത് തന്നാ മതിയോ? അത് മതി എന്ന് പറയാണ്. അങ്ങനെ മനോഹർ ആ കോപ്പിന്റെ ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് മതി. അപ്പൊ മനോഹർ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇന്നേട്ടാ, ഇതാ എന്റെ ഫോൺ നമ്പർ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടൻ വിളിച്ചാൽ മതി. ഇന്ന് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് 1000 രൂപ കൊടുക്കുന്നുണ്ട്. എന്നാ ശരി. പിന്നെ ഹെൽമെറ്റ് വെക്കണം. ഹെൽമെറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇൻഷുറൻസ് പോലും കിട്ടില്ല. ശരി ചേട്ടാ എന്ന് പറയാണ്. അപ്പൊ ചേട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ എന്റെ നമ്പറിൽ. ആയിക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ മനോഹർ ആ ബൈക്ക് എടുത്തിട്ട് അവിടെ നേരെ പോണത് രൂപയുടെ വീടിന്റെ ഫ്രണ്ടിലേക്കാട്ടോ. അവിടെ എത്തിയിട്ട് നമ്മുടെ മനോഹർ ഹെൽമെറ്റ് വെച്ചിട്ട് തന്നെ ഒളിഞ്ഞു നോക്കാണ് ഗേറ്റിന്റെ അതിലേ കൂടി. നോക്കുമ്പോ കാണുന്ന കാഴ്ച ഷാരിയും അതുപോലെ തന്നെ സരയും കുഞ്ഞും കൂടി പുറത്തു പോകാൻ വേണ്ടി നിൽക്കാട്ടോ. അപ്പൊ ഷാരി ചോദിക്കണ്ട, മോളെ ഇപ്പൊ ഇങ്ങനെ പുറത്തു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അന്ന് ആ സ്വർണ്ണം എടുത്ത സമയത്ത് എടുത്താൽ മതിയായിരുന്നല്ലോ സ്വർണം എന്ന് പറയുമ്പോ സരിയു പറയണ്ട്, എന്താ ഇപ്പൊ പുറത്തു പോയാ അമ്മക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നോക്ക്, പുറത്തൊരുത്തൻ കൊലയും കൊലവിളിയായിട്ട് നടക്കുക ഗംഗപ്രസാദ്. അവൻ ആരെയും കൊല്ലരുതെന്നും അതുപോലെ തന്നെ എനിക്ക് ഒരു ആപത്തും വരരുതെന്നും എന്റെ മോൾക്കൊരു ആപത്ത് വരരുതെന്നും പിന്നെ കാർത്തികച്ചിലെ വിവാഹം നന്നായിട്ട് നടക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിരിക്കുക എന്റെ പെറ്റമ്മ അമ്പലത്തിലേക്ക്. അത് നിങ്ങൾക്കറിയാവോ? നിങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കല്ലേ? നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചാൽ എന്താണ്? മോളെ, ഞാൻ എന്തിനാ ഡ്രൈവിംഗ് പഠിക്കണത്? ഞാനിവിടെ സഹായിക്കണൊക്കെ ഉണ്ട് മോളെ. പിന്നെ ഇവിടുത്തെ പണിയെല്ലാം ചെയ്യണത് യാമിനി ചേച്ചിയാണെന്ന് എനിക്കറിയാം. അവരുടെ കൂടെ ഇരുന്നിട്ട് വല്ല പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലും അരിയലല്ലേ നിങ്ങളുടെ ജോലിയുള്ളൂ. നിങ്ങൾക്ക് ബാക്കിയുള്ള സമയം ഇവിടെ വെറുതെ ഇരിക്കല്ലേ? ആ സമയത്തെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പോയിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഡ്രൈവറെ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല, വണ്ടി എടുത്തിട്ട് പോവായിരുന്നല്ലോ. മോളെ, ഞാൻ ശ്രമിച്ചോളാം മോളെ. പറ്റുമെന്നുണ്ടെങ്കിലേ ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് പഠിക്കേ എന്ന് പറയാണ്. ശരി.
ആ എന്നാ നമുക്ക് പോയാലോ, ആ പോകാം മോളെ എന്ന് പറയാണ്. അങ്ങനെ അവര് കാറിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്റെ മോളെയും കൂട്ടി അവരെവിടെ പോകാൻ പോവാണല്ലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ശേഷം സരിയും ഷാരിയും കുഞ്ഞും കൂടി കാറിൽ കയറിയതിനു ശേഷം അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. അപ്പൊ തന്നെ മനോഹർ വേഗം ബൈക്ക് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് അവരുടെ തൊട്ടു പിന്നെ തന്നെ മനോഹറും ബൈക്ക് ഓടിച്ച് പോകുവാണ്. സരി ഒരു ചെറിയ ടെക്സ്റ്റൈൽസ് കാണുമ്പോഴേക്കും അവിടെ വണ്ടി നിർത്താൻ വേണ്ടി പറയാട്ടോ. വണ്ടി നിർത്തി ഷാരിയും സരിയും കുഞ്ഞും കൂടി അവിടെ ഇറങ്ങുന്നുണ്ട്. ഷാരി ചോദിക്കുന്നുണ്ട്, അയ്യോ മോളെ, നമ്മൾ എപ്പോഴും വരുന്ന ടെക്സ്റ്റൈൽ അത് ഇതല്ലല്ലോ, എന്താ ആ ടെക്സ്റ്റൈൽസ് മാത്രം നിങ്ങൾ കേറുള്ളൂന്നുണ്ടോ? അതെല്ലാം കൂടെ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, അത് കുറച്ചുകൂടി നല്ല ടെക്സ്റ്റൈൽസ് ആയിരുന്നു. അതെ, ഇനി മുതൽ വലിയ വലിയ ടെക്സ്റ്റൈൽസിലൊന്നും കയറാൻ പറ്റില്ല, ഇതുപോലെ ചെറിയ ടെക്സ്റ്റൈൽസ് മതി, എന്റെ കയ്യിൽ അതിനുള്ള പൈസയേ ഉള്ളൂ. കാർത്തികച്ചിയുടെ വിവാഹത്തിന് മേടിച്ചെടുത്തപ്പോഴേക്കും കയ്യിലെ പൈസ തീർന്നായിരുന്നു, കുറച്ച് പൈസയും കൂടി മിച്ചുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ മതി, ചെറിയ ചെറിയ ഹോട്ടലിൽ കയറുക, ചെറിയ ചെറിയ തുണിക്കടയിൽ കയറുക, അതൊക്കെ മതി, ഇനി വലിയ വലിയ ആഡംബരമൊന്നും വേണ്ട. അയ്യോ മോളെ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, കുഞ്ഞിനെ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, പിന്നെ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുത്തോ, വില കുറഞ്ഞ എന്തെങ്കിലും. എനിക്ക് വേണ്ട മോളെ, എനിക്ക് നല്ലൊരു സാരി രൂപയും ചന്ദ്രസേനും വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. സരിയോ പറഞ്ഞു, ആ അമ്മക്കും വാങ്ങിച്ചെടുത്തിട്ടുണ്ട് 10-27,000 രൂപയുടെ സാരി, എന്നാലും അതുപോലെ അമ്മക്കൊരു ചെറിയ വിലയുടെ സാരി വാങ്ങിച്ചു കൊടുക്കണം എന്ന് സരിയോ പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ഷാരിയുടെ മുഖം ആകെ മാറും കേട്ടോ. ഇപ്പൊ താര പെറ്റമ്മയായി, ഞാൻ ഒരു വളർത്തമ്മ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്താ, ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞിട്ട് അവര് സാരിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. സരിയോ ഡ്രസ്സ് നോക്കുന്നുണ്ട്. മോളെ, ഈ ഡ്രസ്സ് ഇഷ്ടമായോ, ഈ ഡ്രസ്സ് ഇഷ്ടമായോ എന്ന് കുഞ്ഞിനോട് ചോദിക്കുകയാണ്. ആ സമയം മനോഹറും അവിടെ പമ്മി ഇരിക്കായിട്ട് ഒരു അവസരം കിട്ടുമ്പോൾ കുഞ്ഞിനൊന്ന് എടുക്കാനായിട്ട്, ഈശ്വര ഒരു അവസരം ഉണ്ടാക്കി തരണേ, എന്റെ കുഞ്ഞിനോ ഒന്ന് എടുക്കാൻ പറ്റണേ എന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ടിരിക്കുകയാണ് മനോഹർ. ആ സമയത്ത് ഷാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മോളെ, ദേ അപ്പുറത്തെ ഭാഗത്തെ ഞാനൊരു സാരി നോക്കി വെച്ചിട്ടുണ്ട്, മോൾക്ക് നന്നായിട്ട് ചേരും, അതിന്റെ വില എത്രയാ എന്ന് സരിയു ചോദിക്കുമ്പോ, വില നോക്കിയില്ലേ മോളെ, എങ്കിലേ വിലയൊക്കെ നോക്കണം, വില കൂടിയ സാരി ഒന്നും എനിക്ക് വേണ്ട, ദേ മുകളിലെ നല്ല വില കുറഞ്ഞ സാരി കിട്ടും, നമുക്ക് മുകളിൽ പോയി നോക്കാം. എന്നാൽ കുഞ്ഞിനെ ഇവിടെ നിർത്തിയാലോ മോളെ, ദേ ഇവിടെ കുഞ്ഞിനെ കളിക്കുന്ന പ്ലേ ഏരിയ ഉണ്ട്, അവിടെ കുഞ്ഞിനെ നിർത്തിയാലോ? ശരി എന്ന് പറയാണ്. അങ്ങനെ കുഞ്ഞുങ്ങൾ കളിക്കുന്ന ചെറിയൊരു സ്ഥലം ഉണ്ട് കേട്ടോ, അവിടെ കുഞ്ഞിനെ നിർത്താണ്. ശേഷം ഷാരിയും അതുപോലെ തന്നെ സരിയും കൂടി നേരെ മുകളിലേക്ക് പോകാണ് സാരി നോക്കാനായിട്ട്. അതിനുശേഷം കാണിക്കുന്നത് കിരണിനെയും അതുപോലെ തന്നെ ഹരിയേട്ടനെയാണ്. അവര് സംസാരിച്ചുകൊണ്ടിരിക്കാത്ത വേലും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആ മറ്റേ സെക്യൂരിറ്റി ചേട്ടൻ എല്ലാവർക്കും ചായ കൊണ്ടുവരാണ്. കിരണും അതുപോലെ തന്നെ വേലും ഹരിയേട്ടനും ചായ എടുക്കുന്നുണ്ട്. കിരൺ പറയുന്നുണ്ട്, പക്ഷേ പല പല ക്യാമറയിൽ പോലീസുകാരുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഗംഗപ്രസാദ് ഇങ്ങടെയൊക്കെ ഓടി നടക്കുന്നതായിട്ട്. അപ്പൊ ഹരിയേട്ടൻ പറയുന്നുണ്ട്, അവനെന്തായാലും ഈ ലൊക്കാലിറ്റി തന്നെ ഉണ്ടാവും സാറേ, കാർത്തികയുടെ വിവാഹം കഴിഞ്ഞവരെ അവൻ പുറത്തേക്കൊന്നും പോകില്ല എന്നിങ്ങനെ പറയണം. രതീഷും ബൈജും കഴിഞ്ഞ ദിവസം ബൈക്കിലുള്ള പോണെന്ന് കണ്ടെന്ന് പറഞ്ഞില്ലേ, അത് അവൻ തന്നെയാ, CCTV-യിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും വേലു പറയണ്ട, പക്ഷേ ആ സമയത്ത് അവരുടെ കൂടെ ഞാനുണ്ടെങ്കിൽ നല്ലതായിരുന്നു സാറേ, കാരണം എത്ര ദൂരെ ബൈക്കിന് പോവാണെങ്കിൽ പോലും എനിക്ക് കറക്റ്റായിട്ട് കത്തിയെറിയാൻ സാധിക്കും, കാരണം ആനയുടെ ശരീരത്തിൽ തുളച്ചു കയറുന്ന കത്തി വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്, എത്ര ദൂരെയാണെങ്കിലും ഒരു പൊടി സംഭവം കണ്ട അതിലേക്ക് കറക്റ്റായിട്ട് കത്തിയേറാൻ, സൗണ്ട് ഒക്കെ കേട്ടിട്ട് പോലും കത്തിയെറിയാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് അന്ന് ഞാൻ കണ്ടിരുന്നെങ്കിൽ അവന്റെ അന്ത്യം അന്ന് കുറിച്ചാനെ എന്നൊക്കെ വേലു പറയുന്നുണ്ട്. കിരൺ പറയുന്നുണ്ട്, ആ വേലു, പിന്നെ നിങ്ങളുടെ വിവാഹം ഈ കാർത്തികയുടെ വിവാഹം കഴിയുമ്പോൾ തന്നെ നടത്താനാ തീരുമാനിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ഊരിൽ വെച്ച് താലികെട്ട് മാത്രം നടത്തിയാൽ മതി, ഇവിടെ വെച്ച് നമുക്ക് ഗംഭീരമായിട്ട് ചടങ്ങ് നടത്താം, നിന്റെ മാമീനെയും കുറച്ച് കൂട്ടുകാരെയൊക്കെ ഇവിടെ വിളിക്കാം, പിന്നെ നിനക്ക് വേണമെങ്കിൽ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ തരാൻ ഞാൻ റെഡിയാണ് കേട്ടോ. അപ്പൊ വേലു പറയണ്ട, അയ്യോ വേണ്ട സാറേ, അറിയാലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഊരാണ് വലുത്, ഞങ്ങൾക്ക് ഇപ്പോ മനസ്സിലായി സാറേ, കാട്ടിലെ മൃഗങ്ങളല്ല മനുഷ്യന്മാരാണ് പേടിക്കേണ്ടതെന്ന്, അത് മാത്രല്ല ഊര് വിട്ട് വരാൻ പറ്റില്ല സാറേ, അതുകൊണ്ടിട്ടാണ്. കുഴപ്പമില്ല, പിന്നെ നിങ്ങളുടെ കാട്ടിലെ തേനെ സൂപ്പറാണ്, കാർത്തിക് അതിനെ കുറച്ച് ബിസിനസ് ചെയ്യാൻ പോവാണല്ലോ, അപ്പൊ തന്നെ നിങ്ങൾ രക്ഷപ്പെടോടാ എന്നൊക്കെ കിരൺ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വീണ്ടും സരയുനെയാട്ടോ. സരയു ഇങ്ങനെ സാരിയൊക്കെ ഇങ്ങനെ നോക്കാണ്. അപ്പൊ ഒരു സാരി ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതിന് എത്രയാ വില എന്ന് ചോദിക്കുമ്പോ 2500 മേഡം, 3000 രൂപയാ മേഡം, പിന്നെ 10% ഡിസ്കൗണ്ട് ഉണ്ട്. ഓ, അപ്പൊ 2700 അല്ലേ? അതെ മേഡം, എന്നാ ശരി ഇതെടുത്തോ എന്ന് സരയു പറയാണ്. അപ്പോഴേക്കും ഒരു സാരിയായിട്ട് നമ്മുടെ ഷാരി വരുന്നുണ്ട്. ദേ മോളെ, ഈ സാരിയാ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോ, ഇതിന്റെ വില എത്രയാ? ഇത് 6000 മോളെ, 6000 രൂപയുടെ സാരി ഒന്നും വേണ്ട, അതിന്റെ പകുതി വിലയുള്ള ഈ സാരിക്ക് ഇത് മതി എന്ന് പറയണം. പിന്നെ ഇവിടെ വരെ വന്നല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ സാരി എടുത്തോ, എന്തായാലും എന്റെ അമ്മക്ക് ഒരു സാരി ഞാൻ എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ഷാരി പറയണ്ട, വേണ്ട മോളെ എനിക്ക് സാരി വേണമെന്നൊന്നുമില്ല എന്നിങ്ങനെ പറയാട്ടോ. സരിയുവാണെങ്കിൽ കുഞ്ഞിന് അവിടെ വെച്ച് പോയത് കൊണ്ട് തന്നെ മനോഹറിന് കാര്യങ്ങൾ കുറച്ച് എളുപ്പമാണ്. മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും ഇതുപോലത്തെ ഒരു അവസരം ദൈവമായിട്ട് എനിക്ക് കൊണ്ടും തന്നെയായിരിക്കും, എന്റെ കുഞ്ഞിന് എനിക്കൊന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് മനോഹർ വേഗം തന്നെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോവാട്ടോ. മോളെ മോളെ ദേ അച്ഛനാ എന്ന് പറഞ്ഞിട്ട് പതുക്കെ കുഞ്ഞിനെ എടുക്കാട്ടോ.
കൊടുക്കുകയാണ്. കുഞ്ഞെടുത്തിട്ട് മോളോട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കേണ്ട ഈശ്വര എന്റെ കുഞ്ഞിന് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണം, സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. ഇതുപോലെ എന്റെ കുഞ്ഞിന് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, സ്വപ്നം കണ്ടതേ അല്ല. എന്തായാലും എന്റെ സ്വപ്നത്തിനെക്കാളും നല്ലൊരു അവസരമാണ് ദൈവം തന്നിരിക്കുന്നത്. എന്റെ കുഞ്ഞിനൊന്ന് എടുക്കാൻ പറ്റിയല്ലോ മോളെ, മോൾക്ക് എന്നെ മനസ്സിലായോ എന്നൊക്കെ മനോഹർ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ശേഷം മനോഹർ പോക്കറ്റിൽ നിന്ന് ഒരു ചോക്ലേറ്റ് എടുത്ത് കുഞ്ഞിനെ കൊടുക്കാണ്. മോളെ ഇത് കണ്ടോ ചോക്ലേറ്റ്, ഇന്നാ കഴിക്ക് എന്ന് പറഞ്ഞ ആ ചോക്ലേറ്റ് പൊട്ടിച്ച് കുഞ്ഞിനെ കൊടുക്കാട്ടോ. ദേ മോൾക്ക് ഇത് ഇഷ്ടോയോ എന്ന് പറഞ്ഞ ഓരോരോ കളിപ്പാട്ടങ്ങൾ കാണിച്ചു കൊടുക്കാണ്ട് പോയി മോൾക്ക് ഈ കളിപ്പാട്ടം ഇഷ്ടോയോ, ഇതൊക്കെ അച്ഛൻ വാങ്ങിച്ചു തരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കണം. ആ സമയത്താണ് ഷാരി സരിയും മുകളിൽ നിന്ന് പറയുന്നുണ്ട്, ആ ഇതൊക്കെ ബില്ലെടുത്തോ, ദേ കുഞ്ഞിനുള്ള ഡ്രസ്സും കൂടി നോക്കാം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനുള്ള 2 ഡ്രസ്സും കൂടി നോക്കാണ്. അതുകൂടി ബെല്ലടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് താഴേക്ക് ഇറങ്ങി വരുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.